ഹോർമോസ് കടലിടുക്കിൽ ഇന്ത്യൻ പതാകയേന്തിയ 2 കപ്പലുകൾക്ക് നേരെ വെടിവെപ്പുണ്ടായതായി റിപ്പോർട്ട്. ആർക്കും പരിക്കേറ്റിട്ടില്ല. കപ്പലുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല. എന്നാൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സംഭവത്തെ തുടർന്ന് 2 കപ്പലുകൾക്കും തിരിച്ചു പോകേണ്ടി വന്നു. കപ്പലുകളിൽ ഒന്ന് വലുതും ദീർഘദൂര ക്രൂഡ് കൈമാറ്റങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തതുമായ VLCC ആണ്. അതേസമയം സംഭവത്തെ തുടർന്ന് ഇന്ത്യൻ ഇറാനിയൻ അംബാസിഡറെ വിളിച്ചുവരുത്തി ആശങ്ക അറിയിച്ചു. ഇന്ത്യയിലേക്കുള്ള കപ്പലുകളുടെ സുരക്ഷിതമായ ഗതാഗതത്തിന് ഇറാൻ നേരത്തെ സൗകര്യമൊരുക്കിയിരുന്നുവെന്നും ഓർമ്മിപ്പിച്ചു. ഇന്ത്യയുടെ ആശങ്ക ഇറാനിലെ അധികാരികളെ അറിയിക്കണമെന്നും കടലിടുക്ക് കടന്ന് ഇന്ത്യയിലേക്കുള്ള കപ്പലുകൾക്ക് സൗകര്യമൊരുക്കുന്നതിനുള്ള നടപടികൾ വേഗം പുനരാരംഭിക്കണമെന്നും അംബാസിഡറോട് ആവശ്യപ്പെട്ടതായി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറയുന്നു. അതേസമയം ഹോർമോസ് കടലിടുക്ക് വീണ്ടും അടച്ചിരുന്നതായി ഇറാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. US നാവിക ഉപരോധം അവസാനിപ്പിക്കാത്തതിനാലാണ് നടപടിയെന്ന് IRGC വ്യക്തമാക്കി. ഹോർമോസ് കടലിടുക്കിന്റെ നിയന്ത്രണം സായുധ സേനയുടെ കർശന മേൽനോട്ടത്തിൽ പഴയ അവസ്ഥയിലായെന്നും ഇറാൻ പറയുന്നു. തുറമുഖങ്ങളിലേക്കും തിരിച്ചുമുള്ള കപ്പലുകൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം പുനഃസ്ഥാപിക്കും വരെ കടലിടുക്കിലൂടെയുള്ള ഗതാഗതം തടയുമെന്നും ഇറാൻ വ്യക്തമാക്കി. ഇതുമൂലം നിരവധി വാണിജ്യ കപ്പലുകൾ ഹോർമോസിലൂടെ കടന്നുപോകാനുള്ള ശ്രമങ്ങൾ ഉപേക്ഷിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ലബനൻ വെടിനിർത്തലിന് പിന്നാലെ ഇന്നലെ വൈകിട്ടാണ് ഹോർമൂസ് തുറക്കുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചത്. തുടർന്ന് വെള്ളിയാഴ്ച കടലിടുക്ക് വീണ്ടും തുറക്കാൻ തീരുമാനമെടുത്തതായും എന്നാൽ ആണവ പദ്ധതി അടക്കമുള്ള വിഷയങ്ങൾ ടെഹ്റാനുമായി ധാരണയിൽ എത്തുന്നതുവരെ ഉപരോധം തുടരുമെന്ന് US പ്രസിഡന്റ് ട്രംപ് പ്രതികരിച്ചു. കപ്പലുകൾ തടഞ്ഞതായി US സൈന്യവും അറിയിച്ചിട്ടുണ്ട്. ബുധനാഴ്ചയടക്കം കരാറിലെത്തിയില്ലെങ്കിൽ വീണ്ടും ഇറാനെ ആക്രമിക്കുമെന്ന് ട്രംപിന്റെ മുന്നറിയിപ്പുണ്ട്. ഹോർമോസ് കടലിടുക്ക് വീണ്ടും ഇറാൻ അടച്ചതിന് പിന്നാലെ അമേരിക്കയെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ഇറാനാവില്ല എന്ന് US പ്രസിഡന്റ് ട്രംപ് പറഞ്ഞു. ശനിയാഴ്ച ചോദ്യോത്തര വേളയിലാണ് അദ്ദേഹം ഈ പ്രതിസന്ധിയെക്കുറിച്ച് സംസാരിച്ചത്. ഹോർമോസ് കടലിടുക്ക് തുറക്കുന്നതും അടയ്ക്കുന്നതും സംബന്ധിച്ച പ്രശ്നങ്ങളും എണ്ണ സമ്പന്നമായ ഈ മേഖലയിലേക്ക് പ്രവേശിക്കുന്ന കപ്പലുകൾക്ക് നേരെയുള്ള ഭീഷണികളും നിലനിൽക്കുന്നുണ്ടെങ്കിലും അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകൾ വളരെ നന്നായി നടക്കുന്നുണ്ടെന്ന് ട്രംപ് വെളിപ്പെടുത്തി. അവർ വർഷങ്ങളായി ചെയ്യുന്നതുപോലെ വീണ്ടും കടലിടുക്ക് അടച്ചുപൂട്ടാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഞങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ അവർക്ക് കഴിയില്ല, ട്രംപ് പറഞ്ഞു. ഇന്നത്തെ ദിവസത്തിനകം നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിക്കും. ഞങ്ങൾ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. വളരെ കർശനമായ നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. അവർ ഒട്ടേറെ പേരെ കൊന്നൊടുക്കി. ഞങ്ങളുടെ ആളുകളിൽ പലരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. പ്രധാന ജലപാത വീണ്ടും അടച്ചതിന് പിന്നാലെ ശനിയാഴ്ച ഹോർമോസ് കടലിടുക്ക് മുറിച്ചു കടക്കാൻ ശ്രമിച്ച കപ്പലുകൾക്ക് നേരെ ഇറാൻ വെടിയുതിർത്തതായുള്ള റിപ്പോർട്ടുകൾക്കിടയിലാണ് ട്രംപിന്റെ ഈ പ്രതികരണം. ഇടുങ്ങിയ ഈ ജലപാതയിലൂടെ കടന്നുപോകാൻ ശ്രമിക്കുന്നതിനിടെ 2 ഇന്ത്യൻ ചരക്ക് കപ്പലുകൾക്ക് നേരെ വെടിയേറ്റതായി 3 ഷിപ്പിംഗ് സുരക്ഷാ വൃത്തങ്ങളെ ഉദ്ധരിച്ച് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു. നാശനഷ്ടങ്ങളുടെ വ്യാപ്തി എത്രത്തോളമാണ് എന്ന് വ്യക്തമല്ല. ആക്രമിക്കപ്പെട്ട ഒരു കപ്പലിൽ 20 ലക്ഷം ബാരൽ ഇറക്കി എണ്ണ ഉണ്ടായിരുന്നു. അതേസമയം ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയി ശത്രുക്കൾക്ക് പുതിയ കൈപ്പേറിയ പരാജയങ്ങൾ സമ്മാനിക്കാൻ ഇറാന്റെ നാവികസേന തയ്യാറാണെന്ന് ടെലിഗ്രാമിലൂടെ സന്ദേശം നൽകി. ഹോർമൂസിൽ കപ്പലുകൾക്ക് നേരെ വെടിവെപ്പ് യുദ്ധം തുടങ്ങിയ ശേഷം ആദ്യമായി കടലിടുക്കിലൂടെ നീങ്ങി തുടങ്ങിയ കപ്പൽ വ്യൂഹം വെടിവെപ്പിനെ തുടർന്ന് പെട്ടെന്ന് തന്നെ ചിതറിപ്പോയി. കപ്പലുകൾ പാതയിൽ നിന്ന് മാറി സഞ്ചരിക്കുന്നതായി വെസൽ ട്രാക്കിംഗ് വിവരങ്ങൾ വ്യക്തമാക്കുന്നു. ഇറാന്റെ തുറമുഖങ്ങൾക്ക് നേരെയുള്ള അമേരിക്കൻ നാവിക ഉപരോധം നീക്കാൻ വാഷിംഗ്ടൺ തയ്യാറാകാത്ത സാഹചര്യത്തിൽ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും അടച്ചതായി ടെഹ്റാൻ പ്രഖ്യാപിച്ചതിന് പിന്നാലെയായിരുന്നു ഈ നീക്കങ്ങൾ. ദുർബലമായ ഈ വെടിനിർത്തൽ തകരുകയാണെങ്കിൽ താൻ വീണ്ടും ബോംബുകൾ വർഷിച്ച് തുടങ്ങുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഒരു കരാറിലെത്തുന്നതുവരെ ഇറാന്റെ തുറമുഖങ്ങൾക്ക് നേരെയുള്ള US നാവിക ഉപരോധം തുടരുമെന്ന് പ്രസിഡന്റ് ഉറപ്പിച്ചു പറഞ്ഞു. ഇതോടെ പാത വീണ്ടും അടയ്ക്കുമെന്ന പുതിയ മുന്നറിയിപ്പുമായി ടെഹ്റാനും രംഗത്തെത്തി.